ഹായ് ഓൾ ഡാലി കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതും ആഡി സെയിലിന്റെ ഭാഗമായിട്ടുള്ള ഓഫർ വീഡിയോ ആണ്. നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നതാണ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ, ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വരുന്നതിലേക്ക് പോലെ യോക്കിലേക്ക് ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള റിംഗ് നോട്ട്സ് ഫ്ലവറും അതുപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ട് ഷുഗർ ബീഡ്സും എല്ലാം കൂടെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഹാൻഡ് വർക്കാണ് കേട്ടോ വരുന്നത്. മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിൽ തന്നെ ഷാമ്പു വാഷൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലും കൂടിയാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്ന ബ്യൂട്ടിഫുൾ, എല്ലാവർക്കും മാച്ച് ആയി പോകുന്ന കളർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ. ഷോൾ വരുന്നത് എങ്ങനെയാണ്? ഷോൾ ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ആ ഒരു ഷോൾ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് പോകുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട്. ബോട്ടം വരുന്നത് ഇതാണ്. ബോട്ടം സാൻഡൂൺ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സെയിം മെറ്റീരിയൽ എന്താ പറയുക, നെറ്റ് കോട്ട ഫാബ്രിക്കിലേക്ക് തന്നെ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ ബോട്ടത്തിന്റെ ഹെമ്മിലേക്ക് വരുന്നുണ്ട് കേട്ടോ, ദാമനിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. ഒറിജിനൽ പ്രൈസും ഓഫർ പ്രൈസും ഒക്കെ എല്ലാവർക്കും അറിയാം, സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് അവൈലബിൾ ആണെന്ന് റിപ്ലൈ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യുക കേട്ടോ. ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്കാർക്ക് നമ്മളോട് ഡിസ്പാച്ച് ചെയ്യാം. മെറ്റീരിയലിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അയക്കുള്ളൂ. അതുകൊണ്ട് റിട്ടേൺ എക്സ്ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ്. നല്ല ഭംഗിയുള്ളൊരു മജന്ത ഷെയ്ഡിലേക്കാണ് വരുന്നത്. നല്ല ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. അതിലേക്ക് ഇതുപോലെ മിറർ വർക്കും അതുപോലെ തന്നെ പ്രിന്റുകളും വരുന്നുണ്ട്. യോക്കിലേക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലെല്ലാം ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വരുന്നുണ്ട്. ദാമൻ പോർഷനിലേക്കും കുറച്ച് ഹെവി ആയിട്ട് തന്നെ ആ ഒരു മിറർ വർക്കും പ്രിന്റുകളും വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് ആ ഒരു പ്രിന്റുകൾ അങ്ങനെ വരുന്നുണ്ട്, മിറർ വർക്ക് വരുന്നില്ല കേട്ടോ. ഇതാണ്ടോ നല്ല ഭംഗിയായിട്ട് ആ ഒരു പ്രിന്റുകൾ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. സാറ്റൂൺ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ഷോൾ വരുന്നത് നല്ല ഹെവി ആയിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒറിജിനൽ മിറേഴ്സ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. സൈഡ്സിലേക്ക് ഇതുപോലെ ലേസിന്റെ ഫിനിഷിങ്ങും വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നെറ്റ് കോട്ട ഫാബ്രിക്കിലേക്ക്, സിൽക്കി കോട്ട ഫാബ്രിക്കിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്നത്. യോക്കിലേക്ക് ഇതുപോലെ ചെറിയൊരു പാച്ച് കൊടുത്തിട്ട് അവിടെ സ്റ്റോൺ വർക്ക് ആണ് ചെയ്തേക്കുന്നത്. സൈഡിലേക്ക് ഒരു ക്രൂജ ലേസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് ഇതുപോലെ സാൻഡൂൺ ഫാബ്രിക്കിലേക്ക് ഷോൾ വരുന്നതായി ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ. സിൽക്കി കോട്ടയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. അതുപോലെ ഒതുങ്ങി കിടക്കുന്ന ഷോൾ തന്നെയാണ് കേട്ടോ. എൻഡിലേക്ക് ഇതുപോലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽ നല്ലൊരു പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ യോക്കിലേക്ക് ഇതുപോലെ നല്ല ഹെവി ആയിട്ടൊരു വർക്ക് വരുന്നുണ്ട്. ഒരു ആൻറ്റി ഗോൾഡൻ ചെറിയുടെ ഒരു വീവിംഗ് ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ്. മെറ്റീരിയൽ ആണെങ്കിലും ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സാൻഡൂൺ ഫാബ്രിക്കിലേക്കാണ് കേട്ടോ വരുന്നത്. സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഷോൾ വരുന്നത് ഇതുപോലെ വൺ സൈഡ് ഹെവി ആയിട്ട് ബോർഡർ കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും ആ ഒരു സ്കാലപ്പ് ഫിനിഷിങ്ങും വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റിൽ തന്നെ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ്. അതിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാൻഡൽ ഷെയ്ഡിലേക്ക് വരുന്നു. അതിലേക്ക് സെൽഫായിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്കും കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് കളറിലേക്കുമാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സാൻഡൂൺ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ഷോളാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ബ്രാസോ ഷോളാണ് ഇതിലേക്ക് വരുന്നത്. ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുക്കുന്നത്. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ബ്രാസോ ദുപ്പട്ടയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ട ഫാബ്രിക്കിലേക്ക് തന്നെ നല്ലൊരു ഗ്രേ കളറാണ് അതിലേക്ക് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് സെൻറ്ററിലേക്ക് ഇതുപോലെ ഒരു പിൻടെക് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. മേലേന്ന് താഴെ വരെ അങ്ങനെ പോകുന്നു. സൈഡ്സിലേക്ക് ഇതുപോലെ ത്രെഡ് എംബ്രോയിഡറി സെൽഫായിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി ഒക്കെ പോകുന്നു. രണ്ട് സൈഡിലേക്കും ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത്. ബോട്ടം വരുന്നതും സെയിം ടോൺ സാൻഡൂൺ ഫാബ്രിക്കിലേക്കാണ്. ഷോൾ വരുന്നത് ഇതുപോലെ ഷോളിലേക്കും ആ ഒരു വർക്കിൻ്റെ ബോർഡർ കൊടുക്കുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ടും വർക്ക് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ ഷെയ്ഡിലേക്ക് വരുന്നതിലേക്ക് യോക്കിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത്. അതുപോലെ ഷോൾഡറിലേക്ക് കയറിയിട്ട് ഒരു വർക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. സാൻഡൂൺ ആണ് ഫാബ്രിക്. ഷോൾ നല്ല ഭംഗിയായിട്ടും നല്ല ഹെവി ആയിട്ടും ചെയ്തിരുന്നത്. ത്രെഡ് എംബ്രോയിഡറി വർക്ക് വിത്ത് സ്വീക്കൻസ് വർക്കോട് കൂടിയിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഫുൾ ഷോളിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു വർക്ക് പോകുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ജോർജറ്റ് ആണ് ഫാബ്രിക്. നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്നത്. ഇതിലേക്കും യോക്കിലേക്ക് ഇതുപോലെ നെക്ക് ലൈനിലേക്കാണ് നല്ല ഭംഗിയായിട്ടും ഫിനിഷിംഗിലും ചെയ്തിരിക്കുന്ന ത്രെഡിൻ്റെ ഒരു ജെറിയും അതുപോലെ ഷുഗർ ബീഡ്സും എല്ലാം വെച്ചിട്ട് ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് പോകുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിലേക്ക് ലൈനിങ് ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്രേപ്പാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലേക്കുമാണ് വരുന്നത്. രണ്ടും അവൈലബിൾ ആണ് കേട്ടോ. ഷോൾ വരുന്നത് എങ്ങനെയാണ്? രണ്ട് സൈഡ് ഒരു ഗ്രീൻ കളറിൽ സ്കാലപ്പ് വന്നിട്ട് ആ ഒരു സെയിം വർക്കിൻ്റെ കോമ്പിനേഷൻ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് കൊടുക്കുന്ന നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന എംബ്രോയിഡറി വർക്കാണ്. നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്കിൽ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡിലേക്ക് വന്ന് യോക്കിലേക്ക് ഇതുപോലെ ത്രെഡിൻ്റെയും അതുപോലെ തന്നെ ജെറിയുടെയും ഒരു എംബ്രോയിഡറി വർക്കാണ് ചെയ്തേക്കുന്നത്. സ്കാറ്റേഡ് ആയിട്ട് ഫ്രണ്ട് പോർഷനിലേക്കും ആ ഒരു വർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോട്ടം സാൻഡൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഷോൾ വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ രണ്ട് സൈഡിലേക്കും ആ ഒരു കോപ്പർ ജെറിയുടെ സ്കാലപ്പ് വരുന്നുണ്ട്. ബോഡി കംപ്ലീറ്റ് ആയിട്ടും ത്രെഡ് ആൻഡ് ആ ഒരു ജെറി വെച്ചിട്ടുള്ള വർക്കാണ് പോകുന്നത് ഇങ്ങനെ. അതുപോലെ എൻഡിലേക്ക് നല്ല ഭംഗിയിൽ തന്നെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് നോക്കാം.
നെക്സ്റ്റ് വരുന്ന ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ. അതിലേക്ക് ഇതുപോലെ ഒരു വൈറ്റിൻ്റെയും ഒരു പർപ്പിൾ ഷെയ്ഡിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത്. പർപ്പിൾ അല്ല, ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ്. അതിലേക്ക് ഷിബോരി പ്രിന്റുകളാണ് പോകുന്നത്. ഈ ഒരു പാറ്റേണിലേക്ക് യോക്ക് വരുന്നത് ഇങ്ങനെ താഴത്തെ പോർഷനിലേക്ക് കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് വരുന്നതും ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ബോട്ടം വരുന്നത് ഇതുപോലെ ഡാർക്ക് ലാവണ്ടർ കളർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഷോൾ വരുന്നതും ഓർഗൻസ തന്നെ ഫാബ്രിക് ഇതുപോലെയാണ് ഷോൾ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന 3 നമ്പർ ഉണ്ട്. ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. താങ്ക്